ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ പാർട്ടികളിൽ നിന്ന് നിരവധി നേതാക്കളാണ് BJP പാളയത്തിലെത്തിയത്. BJPയിലെത്തിയ നേതാക്കളിൽ കൂടുതലും ED അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നവരാണ് എന്നാണ് പിന്നാമ്പുറ സംസാരം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ED അന്വേഷണം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം BJPയിലെത്തിയവരാണ് കൂടുതൽ പേരും. ഇതോടെ അന്വേഷണം എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. ഈ സാഹചര്യത്തിൽ BJPക്ക് വേണ്ടി ആളെ കൂട്ടുന്ന സംഘമായി ED മാറിയെന്ന ആരോപണവും ശക്തമാണ്. AAPക്കാരിയായ ഡൽഹി ധനമന്ത്രി അതിഷി മർലേനയുടെ വാക്കുകൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു. AAP ദേശീയ കൺവീനറുടെ അഭാവത്തിൽ പാർട്ടിക്കുള്ളിലെയും ഡൽഹി സർക്കാരിലെയും നിലവിലെ സാഹചര്യം പരിഹരിക്കാൻ പാർട്ടിക്കൊരു പുതിയ നേതാവിനെ ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ ഡൽഹി ധനമന്ത്രി അതിഷി പാർട്ടിയുടെ കടിഞ്ഞാൻ പിടിച്ചേക്കുമെന്ന ഊഹാപോഹങ്ങൾ ശക്തമാണ്. അതിഷിയെ കൂടാതെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയുടെ പേരും പരാമർശിക്കുന്നുണ്ട്. എങ്കിലും കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് അതിഷിയെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിക്കുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇതോടെ അതിഷിക്കെതിരെയും തിരിയാനൊരുങ്ങുകയാണ് ED എന്ന ആരോപണവും ശക്തമാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താലും പാർട്ടി പിളരിൽ നിന്ന് മനസ്സിലാക്കിയാണ് BJPയും EDയും മുതിർന്ന AAP നേതാക്കളെയും ഡൽഹി മന്ത്രിമാരായ അതിഷിയെയും സൗരവ് ഭരദ്വാജിനെയും ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മുതിർന്ന AAP നേതാവ് ജാസ്മിൻ ഷാ പറയുന്നു. AAPയുടെ ആരംഭ സമയത്ത് അതിഷി പാർട്ടിയുടെ ഭാഗമായിരുന്നു. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്നു. രൂപീകരണ ഘട്ടത്തിൽ പാർട്ടിയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അതിഷി നിർണായക പങ്ക് വഹിച്ചതായി AAP പറയുന്നു. അക്കാലങ്ങളിൽ AAP വക്താവുമായിരുന്നു. ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തെയാണ് അതിഷി പ്രതിനിധീകരിക്കുന്നത്. AAPയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. കിഴക്കൻ ഡൽഹി ലോക്സഭാ മണ്ഡലം യൂണിറ്റിൻ്റെ ചുമതലയും അവർക്കുണ്ട്. AAPയുടെ വെബ്സൈറ്റിലെ പ്രൊഫൈൽ അനുസരിച്ച് 2018 ഏപ്രിൽ വരെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേശിയായി അതിഷി സേവനമനുഷ്ഠിച്ചിരുന്നു. ഇതും ചേർത്ത് വായിക്കുമ്പോൾ EDയുടെ അടുത്ത ഇര അതിഷിയായിരിക്കുമെന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ വൻ വർധനവാണ് ED അന്വേഷണത്തിലുണ്ടായത്. ഇതിൽ 95% BJP ഇതര പ്രതിപക്ഷ കക്ഷികൾക്കെതിരെയാണ്. ബാക്കി 5% കേസുകളിൽ മാത്രമാണ് മറ്റു കമ്പനികളെയോ വ്യക്തികളെയോ ED ലക്ഷ്യമിട്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ഭരിച്ച 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ EDക്ക് കാര്യമായ പണികളൊന്നുമില്ലായിരുന്നു. വെറും 26 കേസുകളാണ് രാഷ്ട്രീയക്കാർക്കെതിരെ ആ കാലയളവിൽ അന്വേഷണം നടന്നത്. അതിൽ 14 നേതാക്കൾ മാത്രമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ഉണ്ടായിരുന്നത്. 26 പേരിൽ 5 പേരും കോൺഗ്രസും, BJPയിൽ നിന്ന് 3 പേരും, TMCയിൽ നിന്ന് 7 പേരും, DMKയിൽ നിന്ന് 4 പേരും ഉൾപ്പെടുന്നു. BJPയുടെ നേതൃത്വത്തിൽ 2014 NDA മുന്നണി അധികാരത്തിലെത്തിയതോടെ ED സടകുടഞ്ഞെഴുന്നേറ്റു. പ്രതിപക്ഷ നേതാക്കളുടെ വീടും കമ്പനികളും റെയ്ഡ് ചെയ്തതും സ്വത്തുക്കൾ കണ്ടുകെട്ടിയതുമെല്ലാം ഇതിൽപ്പെടും. തങ്ങൾക്ക് വഴങ്ങാത്ത രാഷ്ട്രീയ നേതാക്കളെ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വഴി ഭയപ്പെടുത്തി വരുതിയിലാക്കുക ഒരു രാഷ്ട്രീയ തന്ത്രമായി BJP ആവിഷ്കരിച്ചുവെന്ന ആക്ഷേപവും ഇതോടെ വ്യാപകമായി ഉയർന്നു. റെയ്ഡിന് പിന്നാലെ ആളുകൾ BJPയിൽ ചേരുന്നതും ശേഷം കേസ് അപ്രത്യക്ഷമാകുന്നതും പതിവ് സംഭവങ്ങളായി. ഈ കണക്കുകളും ചരിത്രവും പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ED BJPയുടെ സഖ്യകക്ഷിയാണ് എന്ന പ്രതിപക്ഷ ആരോപണം സാധൂകരിക്കപ്പെടുന്നത്. ഡൽഹി മദ്യനയ കേസിൽ ആദ്യം അറസ്റ്റിലായത് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയായിരുന്നു. മനീഷിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗും BRS നേതാവ് K കവിതയും ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായി. ഇതിന് പിന്നാലെയാണ് കെജ്രിവാളിന് തുടർച്ചയായി സമൻസുകൾ അയക്കുന്നതും അവസാനം അറസ്റ്റ് ചെയ്യുന്നതും. അടുത്ത ലക്ഷ്യം അതിഷിയാണെന്നാണ് പറയുന്നത്. മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ED നടപടിക്കിരയായി. കള്ളപ്പണവും സ്വത്ത് സമ്പാദനവുമായിരുന്നു അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ YS ജഗൻമോഹൻ റെഡ്ഡി 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അന്വേഷണം നേരിട്ടു. 2015 ജഗന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി സിമൻസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി. ശാരദ ചിട്ടി ഫണ്ട് അഴിമതി കേസിൽ CBIയും EDയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരായി അന്വേഷണം നടത്തിയിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ആരോപിച്ചിരുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ BJPയിൽ ചേർന്നതോടെ ED കേസ് അവസാനിപ്പിച്ചു. നാരദ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഉൾപ്പെട്ട മുൻ TMC നേതാക്കളായ സുവേന്ദു അധികാരി, മുകുൾ റോയ് എന്നിവർക്കെതിരായ കേസുകളും പിൻവലിച്ചു. 2017 പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അധികാരിയും റോയും BJPയിൽ ചേർന്നിരുന്നു. പിന്നീട് റോയ് TMCയിലേക്ക് മടങ്ങി. അതോടെ അദ്ദേഹത്തിനെതിരെയുള്ള ED അന്വേഷണവും പുനരാരംഭിച്ചു. കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രബലനായ നേതാവായിരുന്ന പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, അദ്ദേഹത്തിൻ്റെ മകനായ രനീന്ദർ സിംഗ് ഉൾപ്പെട്ട ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് നിയമലംഘനം വലിയ കോളിളക്കം ഉണ്ടാക്കിയെങ്കിലും അമരീന്ദർ സിംഗ് BJPയിൽ ചേർന്നതോടെ കേസ് ഒതുങ്ങി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഛഗൻ ഭുജ്ബൽ, അജിത് പവാർ, അശോക് ചവാൻ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള CM രമേശ് തുടങ്ങിയവരുടെ കാര്യത്തിലും സമാന സംഭവമാണ് ഉണ്ടായത്. കർണാടക ഖനി വ്യവസായി ഗാലി ജനാർദ്ദൻ റെഡ്ഡി
രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് സിംഗ് എന്നിവരുൾപ്പെടെ 5 BJP നേതാക്കൾക്കെതിരെ കടുത്ത അഴിമതി ആരോപണത്തിൽ ED കേസെടുത്തെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല. യെദ്യൂരപ്പയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 806 കേസുകൾ മോദി കാലത്ത് ED നടത്തിയെങ്കിലും 25 കേസുകൾ മാത്രമാണ് തീർപ്പാക്കിയത്. ഈ കാലയളവിൽ ഓരോ വർഷവും EDയുടെ ബജറ്റ് 100 കോടിയോളം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്.